നമസ്കാരം. കഴിഞ്ഞ ദിവസം മണ്ണാർക്കാട് നടന്ന മൊബൈൽ ടവറിനെതിരായിട്ടുള്ള പ്രതിഷേധം അതെല്ലാവരും ശ്രദ്ധിച്ചു കാണുന്ന ഒരു വലിയൊരു വാർത്തയാണ്. അതിനെക്കുറിച്ച് വ്യക്തിപരമായ കുറച്ച് കാര്യങ്ങൾ പറയുവാനും അതോടൊപ്പം തന്നെ HDP ഫൗണ്ടേഷന് മൊബൈൽ ടവർ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കാനുമാണ് ഈ പ്രസ് മീറ്റ് വിളിച്ചിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ദിവസം ചൊമേരി ഗാർഡനിൽ ഒരു മൊബൈൽ ടവർ നിർമ്മാണത്തിന് എതിരെ പ്രതിഷേധമുണ്ടായി. എല്ലാ മീഡിയകളും വലിയ പഠനത്തോടെ വാർത്ത നൽകുകയുണ്ടായിട്ടുണ്ടായിരുന്നു. ആ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്, അവർ വളരെ അധികം പേര് ആ വാർത്തയോട് ഈ മൊബൈൽ ടവർ പ്രതിഷേധത്തിൽ പ്രതികൂലിച്ചുകൊണ്ട് വളരെ അധികം പേരാണ് പ്രതികരിച്ചത്. പക്ഷേ ചുരുക്കം ചില ആളുകൾ അതിനനുകൂലിച്ചും പ്രതികരിക്കുകയുണ്ടായി. ഞാനും ആ ചുരുക്കം ചിലരിൽ അവരുടെ ആശങ്ക അകറ്റുക എന്നുള്ളത് എൻ്റെ ഒരു കർത്തവ്യമാണ്. കാരണം അവരുടെ മാനസികസ്ഥിതിയിലൂടെ കടന്നുപോയ ഒരാളാണ് ഞാൻ. വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ വീടിന് മുമ്പിലും ഒരു ടവർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ അവരെ പോലെ തന്നെ അവരുടെ വിഷമങ്ങൾ, ആശങ്ക, ആ സിറ്റുവേഷനിലൂടെ കടന്നുപോയ വ്യക്തിയാണ് ഞാൻ. എനിക്ക് ആദ്യം പറയാനുള്ളത്, ഞാൻ അന്ന് കേട്ട ആരോപണങ്ങൾ അതേപോലെ തന്നെ ആവർത്തിക്കപ്പെടുകയാണ്. ശാസ്ത്രീയ തെളിവുമില്ല. ആരോപണങ്ങൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധക്കുറവ്, ബുദ്ധിക്കുറവ്, ഓർമ്മക്കുറവ്, അതുപോലെ ഉറക്കമില്ലായ്മ, വിട്ടുമാറും തലവേദന വന്നാൽ പോകില്ല, പിന്നെ അവസാനം ക്യാൻസറിലേക്ക് ഇത് വഴിമാറുമെന്നാണ് അന്ന് കേട്ട അതേ ആരോപണങ്ങൾ ഇന്നും ആവർത്തിക്കപ്പെടുകയാണ്. ഇതിൽ സത്യമുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. പക്ഷേ ശാസ്ത്രീയമായി ഒരു തെളിവ് ഇതുവരെ അതേക്കുറിച്ച് വന്നിട്ടില്ല. ശാസ്ത്രീയമായ തെളിവ് വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരാൾക്ക് ടവർ മൂലം രോഗം ബാധിച്ചതായിട്ടുള്ള ഒരു സംഭവവും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പോ ഇതിൽ അപകടകരമായ അവസ്ഥ എന്ന് പറയുന്നത്, ഈ പ്രചരണങ്ങൾ, ഒരു പ്രതിഷേധം നടക്കുമ്പോൾ ഇത്തരം പ്രചരണങ്ങൾ ജനങ്ങൾക്കിടയിൽ ആവശ്യമില്ലാതെ സ്പ്രെഡ് ആവുക എന്നുള്ളതാണ്. അപ്പോ അത് കാരണം നിലവിൽ ടവർ സമീപം താമസിക്കുന്ന ആളുകൾക്ക് ആശങ്കയുണ്ടാവും. അതുപോലെ തന്നെ അവർക്ക് വല്ല പ്രശ്നങ്ങളും വല്ല ആരോഗ്യ വിഷയങ്ങളും ഉണ്ടാവുമ്പോൾ അവരാദ്യം അല്ലെങ്കിൽ അവർ ഭയക്കുന്നത്, ഇത് ടവർ മൂലം എനിക്കുണ്ടായതാണോ, അല്ലെങ്കിൽ ഞാനൊരു ക്യാൻസർ രോഗബാധിതൻ പോവുകയാണോ എന്നുള്ളൊരു ആശങ്ക. ആ ആശങ്ക ദൂരീകരിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കർത്തവ്യമാണ്. അതിന് നമ്മൾ പറയുന്ന കുറെ ആ വിഷയത്തിൽ പറഞ്ഞത്, പ്രചരണം ഉണ്ടായത് ചില ഭാഗങ്ങളിൽ ചെടികൾ ഉണങ്ങിപ്പോയി. ആരോപണങ്ങളാണ്, വാർത്ത ആരോപണങ്ങൾ. ചെടികൾ ഉണങ്ങിപ്പോയി. മറ്റു ചിലർ പറയുന്ന ഒരു സൗണ്ട് ക്ലിപ്പ് ഇങ്ങനെയൊക്കെ ഉണ്ടാവാം. പക്ഷേ ഇത് ഉണ്ടായി എന്ന് ഒരാൾ പോലും ഇതുവരെ പറഞ്ഞിട്ടില്ല. എനിക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടായി, അല്ലെങ്കിൽ ഈ ടവർ കാരണമാണ് എനിക്ക് സംഭവിച്ചത് എന്നുള്ള ഒരു വ്യക്തമായ തെളിവോട് കൂടിയിട്ടുള്ള ഒരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതുകൊണ്ട് നിങ്ങൾ ഈ ടവറിന് സ്ഥലം കൊടുത്ത ഒരാളുണ്ടാവും, അദ്ദേഹത്തെ കുടുംബത്തെ പോലും ചില സംശയദൃഷ്ടിയോടെയാണ് കാണുന്നത്. ഈ പ്രതിഷേധം കാരണം ഞാൻ അറിഞ്ഞത് ആ പ്രദേശത്തുള്ള ഈ ടവറിന് സ്ഥലം കൊടുത്ത വ്യക്തിയുടെ കുടുംബത്തെ പോലും സംശയത്തിന് നിർത്തിക്കൊണ്ട് അവർക്കെതിരെ അവരോട് ദേഷ്യമനോഭാവത്തിൽ പെരുമാറുന്നു എന്നുള്ളതാണ്. പിന്നെ ഇതിൽ വളരെ ഒരു രസകരമായ കാര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു കൗതുകമുള്ള കാര്യം എന്ന് പറയുന്നത്, ഞാൻ ആ കണ്ട പ്രതിഷേധക്കാരല്ലെങ്കിൽ ആ ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ ഒരാളെന്ന് പറയുന്നത് TP അവറാനാണ്. ഞാൻ അദ്ദേഹത്തെ അവറാങ്ങാക്കാന്ന് വിളിക്കാം. കാരണം 20 വർഷമായി അദ്ദേഹത്തിന്റെ കെട്ടിടം വിശ്വസിക്കുന്ന TP കോംപ്ലക്സ് അത് തൊട്ട് പിറകിലാണ് താമസിക്കുന്നത് 20 വർഷമായിട്ട്. അപ്പൊ ഞാൻ അദ്ദേഹത്തെ ദിവസം കാണാറുണ്ട്. ഞാൻ അദ്ദേഹത്തെ അവറാക്കാന്ന് വിളിക്കാറ്. എന്റെ അനുമാനത്തിൽ അല്ലെങ്കിൽ എന്റെ വിശ്വാസത്തിൽ ആ കെട്ടിടം അദ്ദേഹത്തിൻ്റെതാണ് എന്നുള്ളതാണ് എന്റെ വിശ്വാസം. അദ്ദേഹത്തിന്റെ എല്ലാ എങ്കിൽ അദ്ദേഹം തിരുത്തണം, ദയവേത് അദ്ദേഹത്തിൻ്റെതല്ല കെട്ടിടം എങ്കിൽ അദ്ദേഹം തിരുത്തണം. ആ ടവറിന്റെ മുകളിൽ, അല്ലെങ്കിൽ ആ കെട്ടിടത്തിന്റെ മുകളിൽ കഴിഞ്ഞ 15 വർഷമായി ഒരു ടവറുണ്ട്. ഈ 15 വർഷത്തിന് മുമ്പ് അല്ലെങ്കിൽ 15 വർഷത്തോളമായി ഒരു ടവർ അവിടെ നിലകൊള്ളുന്നുണ്ട്. അതിന്റെ വാടക ആ കെട്ടിട ഉടമ വാങ്ങുന്നുണ്ട്. അപ്പോ ഇങ്ങനെ ഒരു അദ്ദേഹമാണ് കെട്ടിട ഉടമ എങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹം അനുമതി കൊടുത്തു? ഈ ആക്ഷൻ കൗൺസിൽ ഒരു ഭാരവാഹി ആയതുകൊണ്ട് ശക്തമായി ടവർ തന്റെ വീടിന് മുമ്പിൽ ടവർ വരുന്നതിനെ എതിർത്ത ഒരാൾ എന്തുകൊണ്ട് 15 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു അനുമതി കൊടുത്തു? അന്ന് ഞങ്ങൾ അദ്ദേഹത്തോട് അന്ന് ഇത്രത്തോളം ശാസ്ത്രീയമായ പഠനങ്ങളോ അല്ലെങ്കിൽ ശാസ്ത്രീയമായ കാര്യങ്ങളോ
ഒന്നും വളരെ പ്രചാരണം നടന്നിട്ടില്ല. അത് എന്ത് പറഞ്ഞാൽ ഈ കാര്യങ്ങളൊന്നും വളരെ സുലഭമായിട്ടില്ല, വിഷയങ്ങളൊന്നും ഇതിന്റെ കാര്യത്തില്ല. അത് ആ സമയത്ത് ഞാനും എൻ്റെ കുട്ടികളും ഭാര്യയും വളരെ ഭീതിയോടെയാണ് കഴിഞ്ഞത്. അന്ന് അദ്ദേഹം പറഞ്ഞത്, അതായത് TP അവർ ഞങ്ങളോട് പറഞ്ഞത്, ടവർ എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമുള്ള സംഗതിയല്ല, അതിനേക്കാളും വിഷയം എന്ന് പറയുന്നത് മൊബൈൽ ഫോണാണ്. മൊബൈൽ ഫോണിലാണ് കൂടുതൽ റേഡിയേഷൻ ഉള്ളത്, ടവർ വിഷയമല്ല. അദ്ദേഹം പറഞ്ഞു, അന്ന് അദ്ദേഹം അങ്ങനെ പറഞ്ഞ ഒരാൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലേക്ക് മാറുന്നത്? അപ്പോൾ അദ്ദേഹമാണ് അതിനുടമസ്ഥനെങ്കിൽ അന്ന് അദ്ദേഹം ടവറിന് അനുമതി കൊടുക്കുമ്പോൾ അതിൽ അഗ്രിമെന്റിൽ ഇങ്ങനെ വല്ല വിഷയങ്ങൾ ഉണ്ടായിരുന്നോ, അത് അനുവദിച്ചുകൊണ്ട് അദ്ദേഹം ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നോ എന്നത് സമൂഹത്തോട് വ്യക്തമാക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞാനിപ്പോഴും ടവറിനെതിരല്ല, ടവറിന് അനുകൂലമാണ്. അതിനൊരു കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ ആ ഒരു ടവറിന്റെ പ്രതിഷേധത്തിൽ ഒരു പ്രസംഗത്തിൽ ഞാൻ കേട്ടത്, ഹൂ പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, ഹൂവിൽ പോയി പരിശോധിക്കൂ, റേഡിയോ മാഗ്നറ്റിക് വേവ് എന്ന് അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഞാൻ പറയാം. അദ്ദേഹം പറഞ്ഞത്, ആ പ്രസംഗത്തിൽ പറഞ്ഞത്, നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്ന ഹൂ വെബ്സൈറ്റിൽ പോയി, അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ പോയിട്ട് റേഡിയോ ഫ്രീക്വൻസി വേവ്സ് എന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ വിപത്ത് എത്രത്തോളം ഉണ്ടെന്ന്. ഞാനത് അപ്പോൾ തന്നെ പോയി പരിശോധിച്ച് നോക്കി. അപ്പോൾ അതിന് കിട്ടിയിട്ട് അത് ബന്ധപ്പെട്ട് തന്നെ മൊബൈൽ ടവറിന്റെ ടെക്നീഷ്യൻസിനെ ഞാൻ വിളിക്കുകയും ചെയ്തു. അപ്പോൾ അതിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, മൊബൈൽ ടവറിൽ നിന്ന് വരുന്നത് നോൺ അയനൈസിങ് ഇലക്ട്രോമാഗ്നറ്റിക് എമിഷനാണ്, അല്ലാതെ ഇതിന്റെ ഒരു റേഡിയോ ഫ്രീക്വൻസി വേവ്സിന്റെ അതല്ല, അതിന്റെ വരുന്നത് എന്താണ്, നോൺ അയനൈസിങ് ഇലക്ട്രോ വേവ്സ് ആണ്. അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ വിശദമായ കാര്യങ്ങൾ ഞാൻ അത് നോട്ട് വെച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ആ സാധനം നമ്മുടെ മനുഷ്യ ശരീരത്തിന് ഒരിക്കലും വേൾഡ് മൊബൈൽ ടവർ റേഡിയേഷനെ കുറിച്ച് ഹൂ പറയുന്നത്, ഫോൺ ടവറുകളിൽ നിന്നുള്ള വികിരണം ആരോഗ്യപരമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുമെന്നതിന് ബോധ്യപ്പെടുത്തുന്ന ശാസ്ത്രീയമായ തെളിവുകളില്ല. അതായത് മനുഷ്യന്റെ ആരോഗ്യപരമായ പ്രത്യാഘാതങ്ങൾക്ക് ഇതിന് ഒരു തെളിവില്ല. ട്രായ് തന്നെ പറയുന്നത്, ട്രായിന്റെ മുമ്പത്തെ ഒരു പഠന റിപ്പോർട്ട് പറയുന്ന ട്രായ് പറയുന്നത് ടവറിനേക്കാളും പ്രശ്നം മൊബൈൽ ഫോണാണെന്നാണ്. ഞാൻ രണ്ടും പറയുന്നില്ല. ട്രായിന്റെ ഒരു വാക്ക് വെച്ചാൽ, നിങ്ങൾ ടവറിനെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനുണ്ട് മൊബൈൽ ഫോണിന്? അതായത് ഇപ്പൊ പറയുന്നുണ്ടല്ലോ, എന്തെന്നായാലും മൊബൈൽ ഫോൺ ടവറിന് വരുന്ന റേഡിയേഷൻ എന്ന വാക്കാണ് പ്രശ്നം. അത് ജനങ്ങൾക്ക് റേഡിയേഷൻ എന്നുള്ള ഉപയോഗിക്കുന്നില്ല. റേഡിയേഷൻ സൂര്യപ്രകാശത്തിന് റേഡിയേഷൻ വരുന്നുണ്ട് എന്ന് ആൾക്കാർ അറിയുന്നില്ല. റേഡിയേഷൻ എന്ന വാക്കാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ അതിനേക്കാളും കൂടുതൽ വരുന്നത് മൊബൈൽ ഫോണിനാണ്. മൊബൈൽ ഫോണിൽ വരുന്ന റേഡിയേഷൻ ഉപദ്രവകാരിയല്ല, അത് മനസ്സിലാക്കണം. രണ്ടും ഉപദ്രവകാരിയല്ല. നിങ്ങൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ടത്, അതിനേക്കാളും ഭയപ്പെടേണ്ടത് മൊബൈൽ ഫോണിൽ വരുന്ന റേഡിയേഷനാണ്. കാരണം ഇതിനേക്കാളും കൂടുതൽ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ അത് അപകടകാരിയല്ല. അത് മൊബൈൽ ഫോൺ ബിസിനസ് അപകടകാരിയല്ല, നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കില്ല. ആരോഗ്യത്തെ ബാധിക്കുന്ന ഒരു റിപ്പോർട്ടും ഇല്ല. അത് പറയാനുള്ള കാരണമാണ്, നിങ്ങൾ അത് ഭയക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭയക്കേണ്ട മൊബൈൽ ഫോണാണ്. ഒരു വീട്ടിൽ 5-6 മൊബൈൽ ഫോണൊക്കെ ഉള്ള വീടുകളാണുള്ളത്. അത് മാത്രമല്ല, ഈ പ്രതിഷേധത്തിന് ഇവരുപയോഗിച്ച സാധനം മൊബൈൽ ഫോണാണ്. ഈ പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഇവർ ഉപയോഗിക്കുന്നത് മൊബൈൽ ഫോൺ സംഘടിപ്പിക്കുക. അതേപോലെ തന്നെ ഇവർ ഡാറ്റാസ് കൈമാറുന്നു, കാര്യങ്ങൾ കൈമാറുന്നു, മാധ്യമപ്രവർത്തകരെ വിളിക്കുന്നു, എല്ലാത്തിനും ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകൾ. ഈ മൊബൈൽ ഫോൺ വഴി തന്നെ മൊബൈൽ ഫോണിനെ കുറിച്ച്, അല്ലെങ്കിൽ മൊബൈൽ ഫോണിന്റെ അമ്മയായ ടവറിനെ കുറിച്ച് പറയാന്ന് പറയുമ്പോൾ, അതിനെ കുറിച്ച് സംഘടിപ്പിക്കാന്ന് പറയുമ്പോൾ, ശരിക്കും തമിഴ് വാക്കിൽ എന്നാ കൊടുമൈ സാർ, മൊബൈൽ ഫോണിലുണ്ടെങ്കിൽ മൊബൈൽ ഫോൺ പറഞ്ഞു എന്നാ കൊടുമൈ സാർ നിങ്ങൾ പണ്ടതെന്ന് പറയും. അപ്പൊ അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ അവറാൻ എന്ന് പറഞ്ഞ വ്യക്തി, TP അവറാൻ എന്ന് പറഞ്ഞ വ്യക്തി ഇങ്ങനെ വല്ല പ്രശ്നങ്ങളും ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ വിഷയങ്ങളുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണെങ്കിൽ ഇവരുടെ കൂടെ, അതായത് ഈ പ്രതിഷേധക്കാരുടെ കൂടെ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കാനും കോടതിയെ സമീപിക്കാനും ഞാനും മുൻപന്തിയിലുണ്ടാവും. ഞാൻ അവരോടൊപ്പം തന്നെ മുൻപന്തിയിലുണ്ടാവും. ഈ TP കോംപ്ലക്സിലെ ടവറിനെതിരെ ഞാനും അവരോടൊപ്പം, ഞാൻ HDP ഫൗണ്ടേഷൻ മുൻപന്തിയിലുണ്ടാവും. അതിൽ വളരെ കൃത്യമായ കാര്യങ്ങൾ ചെയ്യും. ഇനി എനിക്ക് രണ്ടാമതായി പറയാനുള്ളത്, HDP ഫൗണ്ടേഷന്റെ മൊബൈൽ ടവറിന്റെ കുറിച്ചുള്ള നിലപാട് എന്താണെന്നുള്ളതാണ്. മൊബൈൽ ടവർ വരുന്നത് എതിർക്കപ്പെടുന്ന സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പരിശോധിക്കണമെന്ന വളരെ വ്യക്തമായ നിലപാടാണ് HDP. എന്തുകൊണ്ടാണ് മൊബൈൽ ഫോൺ വരുമ്പോൾ എതിർക്കപ്പെടുന്നത്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും അതേപോലെ തന്നെ
ട്രായും പറയുന്നത് ഇത് ക്യാൻസറിനോ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കോ അല്ലെങ്കിൽ കാരണങ്ങളാവുന്ന ഒന്നും അതില്ല എന്ന് പറഞ്ഞിട്ട് വളരെ വ്യക്തമായി പറയുമ്പോൾ പോലും ചിലയിടങ്ങളിൽ മൊബൈൽ ഫോണിനെതിരെ മൊബൈൽ ടവറിനെതിരെ ഉണ്ടാകുന്ന ഈ പ്രതിഷേധങ്ങൾ പരിശോധിക്കപ്പെടണം. കുറച്ച് ചില ഭാഗങ്ങളിൽ പോലും ചെറിയ ഭാഗങ്ങളിൽ പോലും ജനങ്ങൾക്കിടയിൽ ആശങ്ക ഉണ്ടാവുന്നുണ്ടെങ്കിൽ അവരുടെ ആശങ്ക പരിഹരിക്കാൻ വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പും മുൻകൈയെടുത്ത് അവരുടെ ആശങ്കകൾ ദൂരീകരിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം. അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത് എന്താണ്, ഇങ്ങനെ ഈ പ്രശ്നങ്ങൾ പിന്നെ എന്താണ് 15 വർഷമായി മൊബൈൽ ടവറിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ഞാൻ ഈ വ്യക്തി നിങ്ങൾക്ക് അത്ര ആശങ്കയാണ് പ്രശ്നമുണ്ട് എന്ന് നിങ്ങൾ പറയുന്ന വർഷം ഈ വല്ല സിംറ്റംസും 15 വർഷമായി മൊബൈൽ തൊട്ടടുത്ത് താമസിക്കുന്നതാണ് ഞാൻ. നിങ്ങൾക്ക് വല്ല സിംറ്റംസും അല്ല വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ 7 ടെസ്റ്റ് വിധേയനാകാനും HDP മാജിക് ടെസ്റ്റ് എന്ന നിലയിൽ ഞാൻ തയ്യാറാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അതായത് ജനങ്ങളുടെ ആശങ്ക എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ്, മാനസിക പ്രശ്നം ഉണ്ടാകുന്ന വലിയ പ്രശ്നമാണ്. ആ ട്രോമയിലൂടെ വന്ന ഒരാളെന്ന നിലയിൽ നിങ്ങൾക്ക് വേണ്ടി അത്യാവശ്യമാണെങ്കിൽ മൊബൈൽ ഫോൺ ടവർ മൂലം ഉണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടോ, അത്യാവശ്യമാണെങ്കിൽ പരിശോധിക്കപ്പെടാൻ ഞാൻ തയ്യാറാണ് എന്ന് ഇതോടൊപ്പം തന്നെ പറയുകയാണ്. അപ്പോൾ ഒരിക്കലും മൊബൈൽ ടവർ ഒരു ഉപദ്രവകാരിയല്ല, നിരുപദ്രവകാരിയാണെന്ന് വീണ്ടും ഓർമ്മിച്ച് നിർത്തുന്നു. നന്ദി. ഒറ്റ വാക്കിൽ പറയണെങ്കിൽ ഇപ്പോ കഴിഞ്ഞ ദിവസങ്ങളിൽ മണ്ണാർക്കാട് ചോമേരി നിവാസികൾ നടത്തിയ പ്രതിഷേധത്തെ തള്ളിപ്പറയുകയാണ്. പൂർണ്ണമായ അർത്ഥത്തിലും 99% തള്ളിപ്പറയുന്നതോടൊപ്പം തന്നെ അവരുടെ ഭാഗത്ത് തെളിവുകൾ ഉണ്ടെങ്കിൽ അവരോടൊപ്പം മുമ്പിൽ നിന്നുകൊണ്ട് സമരത്തിന് മാത്രമല്ല കോടതിയിൽ പോകാനും മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കാനും ഞാൻ അവരോടൊപ്പം ഉണ്ടാവുമെന്ന് കൂടി അവരോട് ഉറപ്പ് നൽകാൻ 99% തള്ളിപ്പറയുകയാണ്. ആ 1% അപ്പോൾ 1% മാറ്റമൊന്നുമില്ല. ആ 1% വലിയ തെളിവുകൾ അവരടുത്ത് ഉണ്ടെങ്കിൽ അവരോടൊപ്പം നിന്ന് അവരുടെ കൂടെ അതിന് പുറമെ കോടതിയിലും അതോടൊപ്പം തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ സമീപിക്കാൻ തയ്യാറാണ്. ഈ നിങ്ങളിപ്പോ പറഞ്ഞൊരു കോംപ്ലക്സ് അത് എവിടെയാ? TP മണ്ണാർക്കാട് കോളേജ്, MS ഹയർ സെക്കൻഡറി സ്കൂള്, നിരവധി വീട്, കുഞ്ഞാൻ ഡോക്ടർ, അങ്ങനെ കുറെ വീടുകളൊക്കെ ഉള്ള അതിന്റെ നട്ടതിലാണ് ആ ഒരു ടവർ ഉള്ളത്. അതെനിക്കറിയില്ല. ഇല്ല, അതേക്കുറിച്ച് എനിക്കറിയില്ല. അല്ല, ഇതിലിപ്പോഴേ സ്വന്തം ബിൽഡിങ്ങിന്റെ മുകളിൽ ടവർ സ്ഥാപിക്കുകയും എന്നിട്ട് അതേ വ്യക്തി തന്നെ ഇവിടെ വന്ന് മൊബൈൽ ടവറിനെതിരെ പ്രതിഷേധിക്കുകയും ചെയ്യുന്നത് വിരോധാഭാസമാണെന്ന് പറയുന്നത്. TP കോംപ്ലക്സ് എന്ന് പറഞ്ഞ ബിൽഡിങ് അവറാന്റേതാണെങ്കിൽ അവറാന്റേതാണോ എന്ന TP ഞാൻ കാണുമ്പോൾ 15 വർഷം ഞാൻ കാണുന്ന അദ്ദേഹം അതിന്റെ ഓണറാണെന്ന് വ്യക്തി വളരെ വ്യക്തതയോടെ ഔദ്യോഗികം അദ്ദേഹമാണ് ഓണറെങ്കിൽ നിങ്ങൾ പറയുന്നത് അശ്രദ്ധയാണ്, നിങ്ങൾ പറയുന്നതാണ് ശരി. അതായത് അതോടെ ഞാൻ യോജിക്കുകയാണ്. വ്യക്തമായിട്ട് പറയൂ, നിങ്ങൾ പറയുന്നതല്ല. നിങ്ങളുടെ ഈ TP കോംപ്ലക്സ് എന്നാണ് അതിന്റെ പേര്. ജനങ്ങളുടെ ഇടയിൽ അദ്ദേഹമാണ് അതിന്റെ ഓണർ എന്ന് പറയുന്നത്. അപ്പോ ഇതിന്റെ ഔദ്യോഗിക രേഖകളിൽ അദ്ദേഹത്തിന്റെ അതെനിക്കറിയില്ലല്ലോ, ഔദ്യോഗിക രേഖകൾ എങ്ങനെയാന്നുള്ളത്. ആ രേഖകൾ പ്രകാരം TP അവറാനാണെങ്കിൽ ഇരട്ടത്താപ്പാണ് എന്ന് തന്നെ പറയുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ പേരിലാണോ അല്ലെന്ന് എനിക്കറിയില്ല. രേഖകൾ പരിശോധിച്ചാൽ ഞാൻ കാണുമ്പോൾ കഴിഞ്ഞ 20 വർഷമായി അതിന്റെ ഓണറായി കാണുന്ന ആള് TP അവറാനാണ്. എല്ലാ കാര്യത്തിലും TP അവറാനാണ് ഉണ്ടാവാറുള്ളത്. ഔദ്യോഗിക രേഖകൾ എങ്ങനെയാണ് പരിശോധിക്കാനുള്ളത് പറഞ്ഞാൽ എനിക്കില്ലല്ലോ.